കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കർഷക സഭ സംഘടിപ്പിച്ചത്. ഞാറ്റുവേല ചന്തയും നടത്തി. ഉല്ലാസ് കോവൂർ MLA ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് മന്ത്രിയോട് പറഞ്ഞു നമുക്കൊരു RRT ഓഫീസ് ശാസ്താംകോട്ടയിൽ വേണം എന്നുള്ളത്. അപ്പോൾ എന്നോട് വനംവകുപ്പ് മന്ത്രി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്കെന്തിനാണ് സ്വാതന്ത്ര്യമുള്ളവരാണ്, നിനക്കെന്തിനാണ് വനം ഇല്ലാത്ത മേഖലയിൽ RRT? ഞാൻ പറഞ്ഞു വനത്തിനകത്ത് സഫീഷ്യൻ്റായി ഫുഡ് ഇല്ലാത്തതുകൊണ്ട് വന്യജീവികളല്ലേ ഇപ്പോൾ നാട്ടിലാണ്, അപ്പോൾ അവയെ തുരത്താൻ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ RRTയുടെ സേവനം ആവശ്യമാണ്. അപ്പോൾ പുള്ളി വലിയ വിചിത്രമായിട്ടാണ് എൻ്റെ ആവശ്യത്തെ കണ്ടത്. ഷിബു ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യമായ അടുപ്പമുള്ള വ്യക്തി ആയതോടുകൂടി തന്നെയാണ്, അപ്പോൾ അത് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വന്യജീവികളെ തുരത്താനുള്ള മാർഗം ഉണ്ടാക്കണം, കർഷകരായ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞിങ്ങനെ സംസാരിച്ച് ശാസ്താംകോട്ടയിൽ RRT ഓഫീസ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എപ്പോഴും നിരന്തരമായി പഞ്ചായത്ത് ദിവസം എനിക്ക് തോന്നുന്നൊരു 100 കോൾ എന്ന രീതിയിൽ നമ്മുടെ മുതലാക്കാട് ഭാഗത്തുനിന്ന് കാട്ടുപന്നിയുടെ സാമീപ്യത്തെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് Z. ആന്റണി അധ്യക്ഷത വഹിച്ചു. ഉപജീവനത്തിനായി തെരഞ്ഞെടുക്കുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് ജനങ്ങൾ കർഷകർ പിന്തിരിയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കാർഷിക ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ മുടക്കുന്ന ഉൽപാദന ചെലവ് പോലും ആ ഉൽപ്പന്നം വിൽക്കാൻ കിട്ടാത്ത അവസ്ഥ നമ്മുടെ രാജ്യത്തെ സംജാതമായതിന്റെ ഭാഗമായിട്ടാണ്. കൃഷി ഓഫീസർ കാർത്തിക GS സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം കലാദേവി പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ BG ഭാർഗവൻപിള്ള, രഞ്ജു കൃഷ്ണകുമാർ, ശരത് SP, പഞ്ചായത്ത് അംഗം തുണ്ടൽ നൌഷാദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സൈജു തുടങ്ങിയവർ പങ്കെടുത്തു. തെങ്ങ് കൃഷിയും വളപ്രയോഗവും എന്ന വിഷയത്തിൽ നടത്തിയ കാർഷിക സെമിനാറിൽ ശിവകുമാർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.